ഡിയർ സ്റ്റുഡൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്കെല്ലാവർക്കും അറിയാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഞാൻ ആ ബോർഡിൽ എഴുതാം. എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ കണ്ടീഷൻ സാധാരണ എഴുതാറുള്ളത് എ നോട്ട് ഈക്വൽ ടു 0. എന്താണ് അങ്ങനെ എഴുതാൻ കാരണം? ഇവിടെ എ 0 ആയി കഴിഞ്ഞാൽ പിന്നീട് ഇത് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്ന ഒരു ലീനിയർ ഇക്വേഷനായി മാറും. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇതിനെ ഒരു ട്രെയിനായിട്ട് സങ്കല്പിക്കാം നമ്മൾ. സപ്പോസ് ദിസ് ഈസ് എ ട്രെയിൻ. അപ്പോൾ ഈ ട്രെയിനിന് ആദ്യം വേണ്ട എന്താണ്? എഞ്ചിനാണ്. രണ്ടാമതും മൂന്നാമതും ഓരോ കമ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഇനി ഈ ട്രെയിന് ഇതാണ് ഇതിന്റെ നോർമൽ ട്രെയിനിന്റെ ഷേപ്പ്. ഇനി നോക്കൂ, എ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? ഈ ട്രെയിനിന്റെ എഞ്ചിൻ മാത്രമാണ്. അപ്പൊ എഞ്ചിൻ മാത്രം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്രെയിൻ വർക്ക് ചെയ്യും. അപ്പൊ ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. പല ആളുകൾക്കും അറിയില്ല. എല്ലാവരെയും ധാരണ എന്താണ്? പല ആളുകളുടെയും ധാരണ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 എന്നത് എഴുതിയാൽ മാത്രമേ സെക്കൻഡ് ഡിഗ്രി ആവുള്ളൂ എന്ന്. അല്ല, എ എക്സ് സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും സെക്കൻഡ് ഡിഗ്രി ആവും. ഇനി മറ്റൊരു കാര്യം, എ എക്സ് സ്ക്വയർ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന് എഴുതിയാലും ഇതും ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇവിടുത്തെ മാറ്റം, എഞ്ചിൻ ഇവിടെ ഉണ്ട്, തേർഡ് ഈ ബോഗി ഉണ്ടല്ലോ, ഇതാണ് ഇത് എഞ്ചിൻ, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഈ തേർഡ് ബോഗിയും കൂടി കൂട്ടിയാലും വണ്ടി ഓടും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നോക്കൂ, ഈ എഞ്ചിൻ ഇല്ലാതെ ബി എക്സ് പ്ലസ് സി രണ്ട് കമ്പാർട്ട്മെന്റ് മാത്രം വണ്ടി ഓടില്ല. അതുകൊണ്ട് ബി എക്സ് പ്ലസ് സി ഒരിക്കലും തന്നെ എന്തില്ല, ഒരു സ്റ്റാൻഡേർഡ് ഫോമായി പരിഗണിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ 0 എന്നതിൽ എ നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാനുള്ള കാരണം, എഞ്ചിൻ ഇല്ലാതെ വണ്ടി ഓടുകയില്ല. അതിനാൽ തന്നെ ബി എക്സ് പ്ലസ് സി ഈക്വൽ 0 എന്ന് മാത്രം എഴുതി കഴിഞ്ഞാൽ it will not be a second degree equation, it will become a linear equation. ഇതാണ് വളരെ ബേസിക് ആയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.